കഴിഞ്ഞ ദിവസം വയനാട് സന്ദർശിച്ചപ്പോൾ ഒരു ഫോട്ടോ അതിൻ്റെ ഭാഗമായി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. കൽപ്പറ്റയിലെ ബൈപ്പാസിൻ്റെ ഓരത്തായി വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് വേണ്ടി സർക്കാർ പണിയുന്ന ടൗൺഷിപ്പിൽ ചെന്ന് അവിടെ നിന്നെടുത്ത ഫോട്ടോ ആയിരുന്നു അത്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു വാചകം ഞാൻ അതിൻ്റെ മുകളിൽ ചേർത്തിരുന്നു. ഈ ടൗൺഷിപ്പ് പദ്ധതിയുടെ പേരിൽ എത്ര കോടിയാണ് പാർട്ടിയിലേക്ക് മറിയാൻ പോകുന്നത് എന്ന്. അതിനെ തുടർന്ന് വലിയ തോതിലുള്ള തെറി അഭിഷേകമാണ് അതിൻ്റെ താഴെ വന്ന് സഖാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തിനാണ് അങ്ങനെയൊരു തെറി അഭിഷേകം എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. എന്തായാലും അത് അവരുടെ ഒരു സംസ്കാരം, അത് അവരത് തുടരട്ടെ. ഇവിടെ പൊതുജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു പദ്ധതിയെ സംബന്ധിച്ച് വലിയ തോതിൽ ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെയൊരു പോസ്റ്റ് ഇടാൻ ഞാൻ തയ്യാറായിട്ടുള്ളത്. എത്ര കോടി രൂപയാണ് നമുക്ക് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വന്നിട്ടുള്ളത്? ഏതാണ്ട് 770.76 കോടി രൂപയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വന്ന ഒരു പ്രൊജക്റ്റാണ് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി കണ്ടെത്തി അതിൽ ദുരിതബാധിതർക്ക് വേണ്ടി നിർമ്മിക്കുന്ന 410 വീടുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റ്. അതിനുവേണ്ടി 351 കോടി രൂപയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്നുള്ള നിലയിൽ സർക്കാർ അനുവദിച്ചത്. പിന്നീട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി ഒടുവിൽ നെഗോഷിയേറ്റ് ചെയ്ത് എത്തിയത് 299 കോടി രൂപയാണെന്ന് ULCC തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 300 കോടി രൂപ. ഈ 300 കോടി രൂപയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിൽ പണിയുന്നത് 410 വീടുകളാണെന്ന് സങ്കല്പിക്കുക. ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ ആക്ഷേപം വന്നു 30 ലക്ഷം രൂപ ഈ വീടിന് ചെലവഴിക്കുന്നു എന്ന്. ഒരു 50 കോൺക്രീറ്റ് പില്ലറുകളുമായി കുറച്ച് ആഴത്തിൽ ഫൗണ്ടേഷനൊക്കെ എടുത്ത് പണിയുകയാണ്. അതുകൊണ്ട് 30 ലക്ഷം വേണം. ഒന്നാം തരം ഉൽപ്പന്നങ്ങളാണ് ഈ വീടിന് വേണ്ടി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അത്രയും വേണമെന്നൊക്കെ ഊരാളുങ്കൽ പറയുകയുണ്ടായി. അതിനെ തുടർന്ന് വലിയ വിവാദമായി. ആ വിവാദമായപ്പോൾ സംസ്ഥാന റവന്യൂ മന്ത്രി വന്നിട്ട് പറഞ്ഞു അത് ആകാശ സർവേ നടത്തിയപ്പോൾ ഉണ്ടാക്കിയ എസ്റ്റിമേറ്റാണ് 30 ലക്ഷം രൂപ. 30 ലക്ഷം രൂപ ഇതിന് വരില്ല എന്നൊക്കെ പിന്നീട് സർക്കാർ തന്നെ സമ്മതിക്കുന്ന രീതിയിലേക്ക് വന്നു. ഊരാളുങ്കൽ പറഞ്ഞു എത്രയാണ് ഞങ്ങൾക്ക് വീടിന് എന്ന് പ്രത്യേകമായി പറയാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഏതാണ്ട് 299 കോടി രൂപയുടെ പദ്ധതിയാണ്. ഒരു കൊട്ടക്കണക്കാണോ ഇത്? 299 കോടി രൂപ എന്തിനു കൊടുക്കുന്നു എന്ന് അറിയില്ല എന്നാണോ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പറയുന്നത്? എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇവിടെ വിഷയം 410 വീടുകളാണ്. അപ്പോൾ ഒടുവിൽ ഇത് വിവാദമായ സമയത്ത് പറഞ്ഞു 20 ലക്ഷം രൂപയാണ് എന്ന്. ആ 20 ലക്ഷത്തിലേക്ക് എത്താൻ കാരണമുണ്ട്. 2-3 പേർ ഇതിനകം തന്നെ വീടുകൾ ഉണ്ടാക്കി കൊടുത്തതുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് വന്നത് ഷാജിമോൻ ചൂരൽമല എന്ന് പറയുന്ന ആ പ്രദേശത്തുകാരനായ ഒരാൾ ഒരു വീടുണ്ടാക്കി കൊടുത്തതിന് 15 ലക്ഷം രൂപയാണ്, ഒരു സ്പോൺസറെ കണ്ടെത്തി 15 ലക്ഷം രൂപയാണ് കൊടുത്തത് എന്ന് പറയുന്നു. അതുപോലെ മസ്കറ്റ് KMCC അവർ 1200 സ്ക്വയർ ഫീറ്റ് വീടാണ്, സർക്കാരിൻ്റേത് 1000 സ്ക്വയർ ഫീറ്റ് വീട് മാത്രമാണ്. 1200 സ്ക്വയർ ഫീറ്റ് മസ്കറ്റ് KMCC ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ചിലവ് വന്നത് 20 ലക്ഷം രൂപയാണ്. പിന്നെ ഒന്ന് കോറി അസോസിയേഷൻ ഉണ്ടാക്കി കൊടുത്ത വീട്, അവർക്ക് ഏതാണ്ട് 1250 സ്ക്വയർ ഫീറ്റ്. കോറി ഉടമകൾക്ക് കല്ലൊക്കെ ഒരുപക്ഷെ സൗജന്യ നിരക്കിൽ കിട്ടിയിട്ടുണ്ടാകും. എന്തായാലും അവർക്ക് വന്ന ചിലവ് 17 ലക്ഷം രൂപയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു 20 ലക്ഷം രൂപയ്ക്ക് താഴെയായി എത്ര ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് 1000 സ്ക്വയർ ഫീറ്റിലുള്ള 2 ചെറിയ മുറിയും ഒരു ഡൈനിങ് റൂമും ഒരു കിച്ചണും ഒരു ചെറിയ സിറ്റ് ഔട്ടും ഒരു സ്റ്റോർ ഏരിയയും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു വീടാണ്. 1000 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് മുറ്റവും ഇൻ്റർലോക്ക് പാകി ചുറ്റുമതിൽ കെട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിന് 20 ലക്ഷം രൂപയിൽ താഴെ മാത്രമേ വരൂ എന്നാണ് പൊതുവിൽ നാട്ടിൽ മരാമത്ത് പണികൾ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള കണക്ക്. ആ ചർച്ച സജീവമായി വന്നപ്പോൾ 30 ലക്ഷം രൂപ എന്നുള്ളതൊക്കെ മാറി പിന്നീട് 20 ലക്ഷത്തിലേക്ക് വന്നു. ഇനി 20 ലക്ഷമാണെങ്കിൽ തന്നെ ഇപ്പോൾ 175 വീടുകളാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ സർക്കാർ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. മുഴുവൻ വീടിൻ്റെയും പണി പൂർത്തിയായിട്ടില്ല. വർഷം ഏതാണ്ട് 1 വർഷവും 7 മാസവും പിന്നിട്ടു ഈ ദുരന്തം കഴിഞ്ഞിട്ട്. ഏതാണ്ട് 19 മാസത്തിലധികമായി ദുരന്തബാധിതർ ഇപ്പോഴും വാടക വീടുകളിലും ബന്ധുവീടുകളിലും ഒക്കെ കഴിയുകയാണ്. അപ്പോൾ 1 വർഷവും 7 മാസവും കഴിഞ്ഞിട്ടും 100-ലധികം വീടുകൾ മാത്രമാണ് കൊടുക്കാൻ പോകുന്നത്. ആ വീടുകളുടെ തന്നെ നിർമ്മാണം നമുക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 410 വീടുകളുടെയും പൂർത്തിയായി കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ വെച്ച് എത്ര കോടി രൂപ ചിലവാകും? അബിൻ വർക്കി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ സംബന്ധിച്ചൊരു കണക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കണക്കിൽ 80 കോടി രൂപ 20 ലക്ഷം വെച്ച് 400 വീടുകൾക്ക് ഒരു റൗണ്ട് ഫിഗർ എന്നുള്ള നിലയിൽ 80 കോടി രൂപ. 410 വീടുകൾക്ക് അത് 82 കോടി രൂപയാകും.
സ്കൂൾ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ഹോസ്പിറ്റൽ, സ്കൂളിന് 20 കോടി രൂപ, ഹോസ്പിറ്റലിന് 20 കോടി രൂപ, അടിസ്ഥാന സൗകര്യത്തിന് 30 കോടി രൂപ, മറ്റ് സൗകര്യങ്ങളെല്ലാം കൂടി പ്ലേ ഗ്രൗണ്ട്, വായനശാല, അങ്കൺവാടി, മാർക്കറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ ഈ ടൗൺഷിപ്പിൽ ഉണ്ടാകുമെന്നാണ് സർക്കാർ പറയുന്നത്. അതിനെല്ലാം കൂടി 50 കോടി രൂപ അദ്ദേഹം വകയിരുത്തുമ്പോൾ ആകെ കിട്ടുന്നത് നമുക്ക് 207 കോടി രൂപയാണ്. അതുകൂടാതെ 15 കോടി രൂപ ഈ ഈ സർക്കാർ ടൗൺഷിപ്പിൽ വീട് വേണ്ട, ഞങ്ങൾ വേറെ കണ്ടെത്തിക്കോളാം എന്ന് പറയുന്ന ആളുകൾക്ക് 15 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതുകൂടി കൂട്ടിച്ചേർത്താൽ 222 കോടി രൂപയാണ് സർക്കാർ പറയുന്ന കണക്ക് പ്രകാരമുള്ള ചെലവ് വരുന്നത്. 299 കോടി രൂപയാണ് നെഗോഷിയേറ്റ് ചെയ്ത് ഊരാളുകൾ ഉണ്ടാക്കിയിട്ടുള്ള അവസാനത്തെ കരാർ. 222 കോടിയിൽ നിന്ന് 299 കോടിയിലേക്ക് എത്ര ദൂരമുണ്ട്? പ്രേക്ഷകർ കണക്കാക്കിയാൽ മതി. അപ്പോൾ അത്രയും വലിയ തുക ഇതിൻ്റെ പ്രോഫിറ്റ് എന്നുള്ള നിലയിൽ പോകുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ്. അവിടെയാണ് ആ കണക്ക് ഒപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഏരിയൽ സർവേ ചെയ്തപ്പോൾ ഉണ്ടാക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 30 ലക്ഷമാണ് എന്നവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ഒരു വീടിന് എത്രയാകുമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിയാതിരുന്നതിൻ്റെയും കാരണം അതാണ്. ഏതാണ്ട് 195 കോടി രൂപയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കടലിൽ കല്ലിടുന്നത് പോലെ എന്ന് പറയുന്ന പോലുള്ളൊരു പദ്ധതിയാണ്. പുന്നപ്പുഴയിൽ കല്ല് വന്നടിഞ്ഞു. ഈ പറയുന്ന ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി പുന്നപ്പുഴയിൽ വന്നടിഞ്ഞ കല്ല് മാറ്റുന്നതിന് 195 കോടി രൂപയുടെ കരാറാണ് ഇതേ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊന്നിവിടെ സന്ദർശിച്ച് നോക്കൂ. മുണ്ടക്കൈയിലോ ചൂരൽമലയിലോ നിങ്ങളൊന്ന് പോയി നോക്കൂ. അവിടെ ഈ പുഴയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനമാണ് ഇതുവരെ നടന്നിട്ടുള്ളത് എന്ന് പരിശോധിച്ചാലാണ് ഈ 195 കോടി രൂപ കടലിൽ കല്ലിടുന്നത് പോലുള്ള ഒരു ഏർപ്പാടിന് വേണ്ടി ഊരാളുങ്കലിന് കൊടുത്തതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ സർവത്ര അഴിമതി നടക്കുന്ന ഒരു സംഭവമായി വയനാട് പുനരധിവാസം മാറിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കൃത്യമായ ഓഡിറ്റ് വരും ദിവസങ്ങളിൽ പുറത്തു വരും. സോഷ്യൽ ഓഡിറ്റിംഗ് ഇത് സംബന്ധിച്ച് പുറത്തു വരും. എത്ര കോടി രൂപ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കുട്ടികൾ കാശിക്കുഞ്ചി പൊട്ടിച്ചുണ്ടാക്കിയ പണം, സൈക്കിൾ വാങ്ങാൻ വെച്ച പണം, പശുവിനെ വിറ്റ പണം, ആടിനെ വിറ്റ പണം എന്നൊക്കെ വൈകാരികമായി പലപ്പോഴും ഇത്തരത്തിൽ ഇത്തരത്തിൽ സമാഹരിക്കപ്പെടുന്ന പണത്തെക്കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ പണമാണ്. ആ പണം ഇത്തരത്തിൽ 1 വർഷവും 7 മാസവും പിന്നിട്ടിട്ടും ദുരന്തബാധിതരുടെ ദുരിതമകറ്റുന്നതിന് ചെലവഴിക്കാൻ കഴിയാത്തൊരു ഗവൺമെൻറ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അതിനെപ്പോലും തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊപ്പഗണ്ടയാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് കൃത്യമായ തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല.